ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സെയിം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഞങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ടിക്ക മസാല അങ്ങനെ ആക്കറി ഞങ്ങളൊക്കെ സൂപ്പർ ടേസ്റ്റിയോട് ഇത് നെയ്ച്ചോർക്ക് ചപ്പാത്തിക്ക് പത്തിരിക്ക് പൊറോട്ടത്തിക്ക് നീർദോശക്ക് എല്ലാത്തിക്കും സുട്ടാകുമ്പോഴത്തെ ഒരു കറി ആയിട്ടിക്കറ് അടിപൊളി ടേസ്റ്റ് ആയിട്ടിക്കറ് നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കൂ എനിക്ക് എല്ലാവർക്കും ഇഷ്ടവും. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ ആക്കറേണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു 650 ഗ്രാം ചിക്കൻ എടുത്തത് 650 700 ഗ്രാം ചിക്കനുകെಲ್ಲ ഈ ഒരു ഇതിൽ കാട്ടുற ഇൻഗ്രീഡിയൻസേ മയ്യാവും. അപ്പോൾ ഇതിൽ 650 ഗ്രാം ചിക്കൻ ഉണ്ട്. அது கலக்கிட்டு தான் இது போல் கட்டாக்கி எடுத்து சாதாரண கறிக்கெல்லாம் இങ്ങനെ கட்டாக்குற அது போல். அப்போ நீங்கள் இது போன்லெஸ் பீஸ் எடுக்கிறீங்க, போன்லெஸ் பீஸ் எடுக்க நான் இப்போ தான் வித் போனே எடுத்துகிறேன் நான். அப்போ இதுக்கு நாங்கள் இன மசாலா இடணும். அப்போ 3/4 டேபிள் ஸ்பூனும் இஞ்சியும் வெள்ளுள்ளி ஜண்டும் கூடி வெள்ளை ஸ்பூனில் 3/4 ஸ்பூன் இட்டு கொடுத்துறேன். அதில் பின் நாங்கள் ஒரு 1.5 டேபிள் ஸ்பூனும் காஷ்மீரி மிளகு பொடி வெள்ளை ஸ்பூனில் ஒரு 1.5 ஸ்பூன் இட்டு கொடுக்குறேன். പിന്നെ അതിൽ മഞ്ഞളുടെ പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി മേയോ. അതേപോലെ ഒരു 1/2 ടീസ്പൂണും നല്ല മുളകുടെ പൊടി. പിന്നെ ഞങ്ങൾക്ക് ഗരം മസാല അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തറ. പിന്നെ 3/4 ടീസ്പൂണും ജീരകപ്പൊടി കൊത്തമ്പരി പൊടി 3/4 ടു 1 ടീസ്പൂൺ അല്ല ഇടണം. ചെറിയ സ്പൂണിൽ കൊത്തമ്പരി പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞങ്ങൾ ടേസ്റ്റ് വേണം എത്ര ഉപ്പ് അതേപോലെ തെൽ കസ്തൂരി മെത്തി അതെല്ലാം ഇട്ട് കൊടുക്കണം. തെൽ കസ്തൂരി മെത്തി ഇട്ട് കൊടുക്കുക. പിന്നെ ಇದಕ್ಕೆ ഞങ്ങൾക്ക് തൈര് വേണം. തൈര് ഞങ്ങൾ വലിയ സ്പൂണിൽ ഒരു 3-3.5 സ്പൂൺ ഇങ്ങനെല്ലാം ഇട്ട് കൊടുക്കുക. അത്ര കണ്ടല്ലേ, ഒരു 3-3.5 സ്പൂൺ അത്ര തൈര് ഇട്ട് കൊടുത്തെങ്കിട്ട് അതിൽ പിന്നെ ഒരു ഹാഫ് ലിംബം ഞങ്ങൾ പുളിക്ക് എത്ര വേണോ ಅದಕ್ಕೆ പിന്നെ എത്ര ഒരു ഹാഫ് ലിംബ ഞങ്ങൾ നല്ല മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ಇದಕ್ಕೆ ഞങ്ങൾ തെല്ല ഓയിൽ ಬಿತ್ತಿ കൊടുക്കണം. ഓയിൽ ഞങ്ങളുടെ കയ്യിൽ മസ്റ്റർഡ് ഓയിൽ കടുകിട എണ്ണ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തെല്ല ഒരു 2 സ്പൂൺ അത്ര ആ ഓയിലും ಬಿತ್ತಿ കൊടുക്കുക. ഇല്ലെങ്കിൽ ಬೇರೆ ഓയിലാവോ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഇട്ടെങ്കിട്ട്. അപ്പോൾ ഈ ഒരു കടുകിട എണ്ണ ഇടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് ಬಿತ್ತಿ കൊടുക്കണം. നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇത് റെസ്റ്റ് വെക്കണം. അപ്പോൾ റെസ്റ്റ് വയ്ക്കുമ്പോൾ ഒരു 1 ಗಂಟೆ 2 ಗಂಟೆ ಎಲ್ಲ ಬೇಕಂಗೆ ಟೈಮ್ ಉಂಡ್ಕಂಡಿಂಗೆ ಯಾರ ಟೈಮ್ വെച്ചെങ്കിൽ നല്ല ഉപ്പ് പുളിയെല്ലാം വലിച്ചിട്ട് ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ടൈം ഇല്ല അನ್ಕೊಂಡು ഒരു 1/2 ಗಂಟೆಗೆ ನಂಗೆ ಇದು ರೆಸ್ಟ್ಗೆ ಬೇಕನು. അതിൽ പിന്നെ ഞാനിപ്പോൾ ഒരു 1 ಗಂಟೆ ಎಲ್ಲ വെച്ചിട്ടാണ് 1 ಗಂಟೆ ಗಟ್ಟದಲ್ಲಿ ಯಾರಮೇ ಟೈಮ್ ಆಯ್ರೆ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ പാൻകത്തിൽ ഓയിൽ ബീത്തിട്ട് ഈ ചിക്കൻ ഒന്ന് ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതും അങ്ങനെ ഇത് ഞങ്ങൾ കടുകെണ്ണയിൽ ഞങ്ങൾക്ക് അതായത് മസ്റ്റർഡ് ഓയിലിൽ ഞങ്ങൾ ഫ്രൈ ആക്കി എടുക്കുന്നെങ്കിൽ അങ്ങനെയാവും. അതല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഓയിൽ ഞാനിപ്പോൾ ഇത് ഫ്രൈ ആക്കുക സൺഫ്ലവർ ഓയിൽ എടുത്തേ. അപ്പോൾ ഇതിലൊന്ന് ഞങ്ങൾ ഫ്രൈ ആക്കി എടുത്തെങ്കിൽ ചുമ്മാ ഓയിൽ വേണ്ട ഇതിൽ കണ്ടല്ലേ ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഞങ്ങൾ ഫ്രൈ ആക്കി എടുത്തെങ്കിട്ട് അപ്പോൾ ചിക്കൻ എല്ലാം ഇതാ ഫ്രൈ ആയിട്ട് വന്നിട്ട് നിങ്ങൾ ഒരു സൈഡ് ആയാൽ പിന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് തീ ചുമ ജോറാക്കിയിട്ട് വെക്കണ്ട. ചെന്ന് ഞങ്ങൾ ഇഞ്ചി വെല്ലുള്ളി എല്ലാം ഇട്ടില്ലേ മസാല കറിയൊക്കെ ചുമ കറിയൊക്കെ എല്ലാം ചാൻസ് വെക്കരുത്. അപ്പോൾ ഞങ്ങൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫസ്റ്റ് തെല്ല് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. പിന്നെ ഞങ്ങൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തെങ്കിൽ അപ്പോൾ ഇത് എടുക്കണേണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ ചിക്കൻ ഇതേപോലെ ബാക്കി എല്ലാ ചിക്കനും ഇതേപോലെ ഞങ്ങൾ ഒന്ന് ഫ്രൈ ആക്കി എടുത്തെങ്കിൽ അപ്പോൾ ഫസ്റ്റത്തെ ചിക്കൻ അവിടെ ഫ്രൈ ആക്കി എടുത്തേ. ഓയിൽ എക്സ്ട്രാ ಬೇನು ಕಣ್ಣಿಗೆ ಬೀತಿಯಲ್ಲೂ ನಾನು ಇದೇ ಆಯಿಲ್ ഒന്ന് ഫ്രൈ ആക്കി എടുக்கிறேன். അപ്പോൾ ചിക്കൻ എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ അതേ പാൻ ഒന്ന് ഞാനിവിടെ ക്ലീൻ ആക്കിയിട്ട് വെച്ച് കൊടുത്തേ. അപ്പോൾ ಇದಕ್ಕೆ ഞങ്ങൾ തെല്ല ഓയിൽ ಬಿತ್ತಿ കൊടുക്കണം. ഓയിൽ ഞങ്ങൾ നശിച്ച പോലെ ഇത് മസ്റ്റർഡ് ഓയിൽ ಬಿತ್ತಂಗೆ ಇದಾವೆ അതല്ലെങ്കിൽ ಬೇರೆ ഓയിലാവും. അപ്പോൾ ಇದಕ್ಕೆ ನಾನು ಜಂಡು ನೀರುಳ್ಳಿ എടുത്തേ. മീഡിയം സൈസിലെ ജണ്ട് നീരുള്ളി എടുത്തേ. നീരുള്ളി കട്ടാക്കുമ്പോൾ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ടാക്കി എടുക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ ചോപ്പാക്കി എടുത്തെങ്കിട്ട് അപ്പോൾ ഈ നീരുള്ളി നല്ല കായണം നല്ല ചോപ്പ് കളറായിട്ട് ബർട്ട് അത്രത്തോളം ഞങ്ങൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിലിടയ്ക്ക് ഞാനതെಲ್ಲ ಕ್ಯಾಶ್ಯೂ കൂടെ നനച്ചിട്ട് ഒരു 10-12 ഒരു 15 ഉൾക മേയണം. അതിനെക്കാട്ടി ഏറെ വേണ്ട. അപ്പോൾ ಕ್ಯಾಶ್ಯೂ ഞങ്ങൾ ഒന്ന് നനച്ചിട്ട് തണ്ണിയിൽ നനച്ചിട്ട് വെച്ചേ. അപ്പോൾ അത് ഞങ്ങൾ പേസ്റ്റ് ആക്കി എടുക്കണം. ಕ್ಯಾಶ್ಯೂ പേസ്റ്റ് ഇടുക. ಅದರ ಬದಲು നിങ്ങൾ ഫ്രഷ് ക്രീം ഉണ്ട് ಅನ್ಕೊಂಡೆങ്കിൽ ഫ്രഷ് ക്രീം ഇട്ടെങ്കിട്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ಇಲ್ಲ ಅನ್ಕೊಂಡೆങ്കിൽ ഈ ഒരു ಕ್ಯಾಶ್ಯೂ ഇട്ടെങ്കിട്ട്. അപ്പോൾ നീരുള്ളി എല്ലാം നല്ല കാഞ്ഞിട്ട് വന്നിട്ട് കണ്ടില്ലേ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു 1/4 ടീസ്പൂൺ അത്ര ഞാനിവിടെ ഇഞ്ചി വെല്ലുള്ളി ജണ്ടും കൂടി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ചെറിയ സ്പൂണിൽ ഒരു 1/4 സ്പൂൺ ഇട്ടെങ്കിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇട്ടല്ലേ. അപ്പോൾ അതും ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നതിൽ പിന്നെ ജണ്ട് ടൊമാറ്റോ എടുത്തിട്ടാണ് ഞാനിവിടെ. അത് ചുമ വലിയ ടൊമാറ്റോ അല്ല സാധാരണ വലിയുള്ള ഒരു ജണ്ട് ടൊമാറ്റോ. അപ്പോൾ അത് ഞങ്ങൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തത്. അപ്പോൾ അത് വീത്തിട്ട് അപ്പോൾ ഈ ഒരു ടൊമാറ്റോ പ്യൂരി ബീത്തിയിൽ പിന്നെ ഇത് നല്ല ഫ്രൈ ആവും നല്ല കായണം. ഇത് അതിൽ ആ പച്ച മണെല്ലാം പോകണം നല്ല കാഞ്ഞിട്ട് എണ്ണ തെളിഞ്ഞിട്ട് വരണം. അവിടുത്തോളം ഞങ്ങൾ ഇത് അത് വേഗമേ ആവില്ല തെല്ല ടൈം എടുക്കരുത്. അപ്പോൾ ഞങ്ങൾ പച്ച അത് ഞങ്ങൾ ഇപ്പോൾ വേഗമേ എടുக்கிறேன்னு കണ്ടെങ്കിൽ അത് പച്ച മണക്കരുത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ടൊമാറ്റോ പ്യൂരി ഇട്ടാൽ പിന്നെ നല്ല കായണം നല്ലതാ എണ്ണ തെളിഞ്ഞിട്ട് വരണം.
കണ്ടല്ലിങ്ങ ഇതുപോലെ നല്ല എണ്ണ തെളിഞ്ഞിട്ട് വരണം അവിടത്തോളം ഞങ്ങൾ ഇത് തെളിഞ്ഞാറ ഇതേപോലെ നല്ല ഫ്രൈ ആക്കിയിട്ട് വരണം അതിൽ ആ ഒരു തണ്ണിയെല്ലാം ബത്തിയിട്ട് എണ്ണ തെളിഞ്ഞിട്ട് വന്നാൽ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ മസാല പൗഡർ ഇട്ടിങ്ങിട്ട് അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ಹತ್ರ ಕಾಶ್ಮೀರಿ ಮೊಳಡು പൊടി ഇട്ട് കൊടുക്കുന്നത് ചെറിയ സ്പൂണിൽ 2 സ്പൂൺ 1.5-2 സ്പൂൺ ഇത്ര ഇട്ടിങ്ങിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി അതേപോലെ 1 ടീസ്പൂൺ കൊത്തമ്പരി പൊടി തെല്ല് ഗരം ഇത് നല്ല മുളക് പൊടി അതേപോലെ തെല്ല് ഗരം മസാല പൊടി ചുമ വേണ്ട ಯಾರಾയെങ്കിലും നല്ലാവില്ല ಅವ್ರ ತೆಲ್ಲು ನಂಗೆ ಫಸ್ಟ್ಗೂ ಇಟ್ಟರಲ್ಲ ಪೈക്ക് ഇപ്പയ്ക്ക് തെല്ലിട്ടിങ്ങೈತೆ ഇട്ടിട്ട് ഞങ്ങൾ ഉപ്പസ് തെല്ല് നിറയത് ഒന്ന് അടിമേൽ ആക്കി എടുക്കണം മസാല പൗഡറുടെ ആ ഒരു പച്ച മണപ്പുണ്ട് എടുത്താൽ തെല്ലിനറ ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് അതിൽ പിന്നെ തണ്ണി വിറ്റി കൊടുക്കണം അപ്പോൾ തണ്ണി ഞങ്ങൾ നോക്കിയിട്ട് ചൊല്ലേன் ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് അത്ര തണ്ണി അതല്ലെങ്കിൽ ഒരു കപ്പ് ഇങ്ങനെ നല്ല വേണം നോക്കിയുള്ളവർ ഫസ്റ്റ് തെല്ല് വിത്തിര കാട്ടണ ഇതുപോലെ തണ്ണി വിത്തിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുക ചന്ത ഒന്ന് ഇതുപോലെ മിക്സ് ആക്കണം ഉപ്പ് ഇട്ട് കൊടുക്കണം ഞങ്ങൾ ചിക്കനിക്ക് ഉപ്പിട്ടാൽ ഈ ഒരു മസാലയ്ക്ക് വേനായിട്ടുള്ള ഉപ്പ് ഞങ്ങൾ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് ഞങ്ങൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലേ ചിക്കനും ഇട്ട് കൊടുക്കണം ചിക്കൻ ഇട്ടിട്ട് നല്ല അടിമേലാക്കിയിട്ട് ഈ തെല്ലിനേരം ഞങ്ങൾ മൂടി വയ്ക്കണം മൂടി വയ്ക്കുമ്പോൾ തീത്തില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെങ്കിൽ ചുമ്മാ ഹൈ ഫ്ലെയിമിൽ വയ്ക്കണ്ട അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നോക്കിയിട്ട് ಬೇನ ഗ്രേവി എത്ര ഗട്ടിയിൽ വേണോ ചെമ്മ തെളുപ്പാക്കണ കാട്ടുற அதுக்கு ಬೇನ എത്ര ഞങ്ങൾ തണ്ണി നോക്കിയിട്ട് വീത്തിങ്ങിട്ട് അപ്പോൾ മൂടി വയ്ക്കിற തെല്ലിനാര ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പോൾ ഇതാ തെല്ലിനാരം മൂടി വെച്ചാൽ ഒരു 5 മിനിറ്റ് എല്ലാം ഇങ്ങനെ വെക്കിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുറോ അപ്പോൾ ഇതുപോലെ ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കണം ഞങ്ങൾക്ക് അപ്പോൾ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനിയിപ്പോൾ ഞങ്ങൾ അരച്ച് വെച്ച പേസ്റ്റ് ആക്കി വെച്ച കാഷ്യൂ പേസ്റ്റ് ഉണ്ടല്ലേ അത് ഞങ്ങൾ ഫ്രഷ് ക്രീം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതാവും അതല്ലെങ്കിൽ ഈ ഒരു കാഷ്യൂ പേസ്റ്റ് അത് ഞങ്ങൾ ഇതിക്ക് ഭിത്തി കൊടുക്കണം അപ്പോൾ കാഷ്യൂ പേസ്റ്റ് ഭിത്തി കൊടുക്കുക പിന്നെ ഞങ്ങൾ ആ ഒരു പാത്രം കലക്കിയിട്ട് ഞങ്ങൾ തേയില തണ്ണിയും ഭിത്തി കൊടുക്കണം കാഷ്യൂ പേസ്റ്റ് ഇടുമ്പോൾ നല്ല തിക്കായിട്ട് വേണ്ട പായക്കുമ്പോൾ അത് നല്ല തിക്കായിട്ട് വേണ്ട അപ്പോൾ ಅದಕ್ಕೆ ಬೇನ എത്ര നോക്കിയിട്ട് തണ്ണി ഭിത്തി കൊടുത്തിങ്ങ അപ്പോൾ തെല്ല് തണ്ണിയും ഭിത്തി കൊടുത്തേ അപ്പോൾ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇത് അപ്പോൾ ഈ ഒരു കാഷ്യൂ പേസ്റ്റ് ഇട്ടാൽ പിന്നെ ഞങ്ങൾ നല്ല ഒന്ന് പായക്കണം ഇത് അപ്പോൾ ഇത് കണ്ടല്ലേ ഗട്ടി നല്ല ഒന്ന് പായക്കിട്ട് അപ്പോൾ തെല്ല് തണ്ണി ഭിത്തി കൊടുത്തത് തെല്ല് ഗട്ടിയായിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇത് ഞങ്ങൾ കറിയെല്ലാം റെഡി ആക്കിയിട്ട് വെച്ചാൽ പിന്നെ ഞങ്ങൾ ഒന്ന് തിക്കായിട്ട് വേണ്ട അപ്പോൾ അത് നോക്കിയിട്ട് ഞങ്ങൾ ಬೇನತ್ರ ചുമ തെളിവുപ്പാക്കണ്ട തെല്ല് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി വേണം അപ്പോൾ ഞങ്ങൾ ഇതിക്ക് ലാസ്റ്റ് ഞങ്ങൾ തെല്ല് ഇത് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കലൂടെ അതേപോലെ തെല്ല് കൊത്തമ്പരി സൊപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല പായച്ചുകൊണ്ടുണ്ടോ നശതുപോലെ ഒരു കാഷ്യൂ പേസ്റ്റ് ഇട്ടാൽ പിന്നെ ഞങ്ങൾ ചെറിയ തീൽ വെച്ച് തെല്ലിനേറെ പായപ്പെടണം അപ്പോൾ ഇത് മയോ ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ഓഫാക്കുക കണ്ടല്ലേ കറി ഗട്ടി എത്ര ഉണ്ടെന്ന് കണ്ടല്ലേ ഇതുപോലെ ഗട്ടി വേണോ ചുമ ലൂസ് ആക്കണ്ട പിന്നെ ചുമ ഗട്ടിയായിട്ടും വേണ്ട നല്ല തിക്കായിട്ടും വേണം ഞങ്ങൾ ഇത് ആക്കിയാൽ പിന്നെ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് കുറേ നേരം വേക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഇത് നല്ല കട്ടിയായിട്ട് വേണ്ട തിക്കായിട്ട് വേണ്ട കറക്റ്റായിട്ട് ഞങ്ങൾ പുറത്തെല്ലാം ഹോട്ടലിലെല്ലാം കിട്ടറല്ലേ അതേ സെയിം ടെക്സ്ചറിലും ടേസ്റ്റിലും അതേപോലെ ഇക്കറ് അപ്പോൾ ഇത് മയോ ഓഫ് ആക്കറാണ് അപ്പോൾ ഞങ്ങൾ ഇണ്ടത്തെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ಟಿಕ್ಕ ಮಸಾಲ ಚಿಕನ್ ಟಿಕ್ಕ ಮಸಾಲ ರೆಡಿ ಆಯ್ತು അപ്പോൾ കണ്ടറല്ലേ എത്ര ഈസി ആയിട്ട് ആക്കുമ്പോൾ തരക്കാരി ഈസി ആയിട്ട് ആക്കുക അതേപോലെ അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇത് ഞങ്ങൾ ഗസ്റ്റ് എല്ലാം വരുമ്പോഴത്തേക്ക് ആക്കുക ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ആയിട്ട് അതായത് ഗസ്റ്റ് എല്ലാം വരുമ്പോൾ എന്തെങ്കിലും നല്ലൊരു ചിക്കൻ കറി എപ്പോഴും ഞങ്ങൾ ഒരേ ടൈപ്പുള്ള കറിയെല്ലാം ആക്കിയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയെല്ലാം ആಕೊಂಡು ഈ ഒരു കറി ആക്കുക എല്ലാവർക്കും ഇഷ്ടമാകും പോലത്തെ ഒരു കറി ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആവും മേൽക്കൊരു ബട്ടറുടെ ചെറിയൊരു പീസും വെച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ആക്കി നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും പേരിക്കില്ല ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൊരു കമൻറ്റ് ആക്കൊരു അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ ವಿಡಿಯೋ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും ನನ್ನ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കോ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന്റെ മുട്ടേ മുകളിൽ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും